ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രോബ്ലമാണ്. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് എങ്ങനെയാണ് അവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. ആൻഡ് LTI സിസ്റ്റം ഈസ് സ്പെസിഫൈഡ് ബൈ an equation d² y of t by dt² plus 5 dy by dt plus 6 y of t is equal to d by dt of x of t plus 4 x of t. The input is x of t is equal to e raised to minus t of t. Find the natural response for initial condition y of 0 plus is equal to 3 and d by dt of y of 0 plus is equal to 0, and the forced response, and the third one is the total response. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് ആൻഡ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഇറിസ്റ്റ് മൈനസ് ടി ഓഫ് ടി ആണ്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കണം, ഫോഴ്സ് റെസ്പോൺസ് കണ്ടുപിടിക്കണം, അതുപോലെ ടോട്ടൽ റെസ്പോൺസ് കണ്ടുപിടിക്കണം. സോ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കാം. അപ്പോൾ നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കാനായിട്ട് ഇൻപുട്ട് നമ്മളവിടെ 0 കൊടുക്കണം. അവിടെ അപ്പോൾ എങ്ങനെയായിരിക്കും ഡിഫറൻഷിഫിക്കേഷൻ വരാം? d² by dt² of y of t plus 5 dy by dt plus 6y is equal to 0 നമുക്കവിടെ ഇക്വേറ്റ് ചെയ്യാം. നമ്മൾ ഹോമോജിനസ് സൊല്യൂഷൻ്റെ ജനറൽ ഇക്വേഷൻ നമ്മളവിടെ പറഞ്ഞിരുന്നു. അവിടെ എങ്ങനെയായിരുന്നു y h of t എന്ന് പറയുന്നത്, അതിൻ്റെ ഫോം എന്ന് പറയുന്നത് c raised to lambda t എന്നാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. സോ നമുക്കിവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് നമുക്കവിടെ വരുന്നത് മാക്സിമം അല്ലേ. ഓർഡർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ ഈ ഡെറിവേറ്റീവുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് വൈ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് വരും? നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സി ലാംഡ ഇ റേസ് ടു ലാംഡ ടി, ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ സി ലാംഡ സ്ക്വയർ ഇ റേസ് ടു ലാംഡ ടി എന്ന് വരും. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക്. അപ്പോൾ അവിടെ സി ലാംഡ സ്ക്വയർ ഇ റേസ് ടു ലാംഡ ടി, അത് ഇതിന് പകരം പ്ലസ് 5 dy ബൈ ഡി ടി ആണ്. അപ്പോൾ പ്ലസ് 5 സി ലാംഡ ഇ റേസ് ടു ലാംഡ ടി പ്ലസ് 6c e raised to lambda t is equal to 0 എന്ന് വരും. ഇപ്പോൾ ഇവിടെ എല്ലാത്തിലും ഈ c e raised to lambda t കോൺസ്റ്റന്റ് ആണ്. സോ c e raised to lambda t നമ്മൾ കോമൺ ആയിട്ട് എടുത്തപ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് 5 ലാംഡ പ്ലസ് 6 is equal to 0. ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ എന്താണ് ലാംഡ സ്ക്വയർ പ്ലസ് 5 ലാംഡ പ്ലസ് 6 is equal to 0 നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ് 0 ആയിട്ട്. അപ്പോൾ നമുക്ക് ഇത് ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യുമ്പോൾ രണ്ട് വാല്യൂ കിട്ടും. ലാംഡ 1 എന്ന് പറയുന്നത് -2ഉം അതുപോലെ ലാംഡ 2 എന്ന് പറയുന്നത് -3ഉം വരും. നമുക്ക് ഹോമോജിനിയസ് സൊല്യൂഷൻ്റെ ജനറൽ ഇക്വേഷൻ വൈ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? c1 e raised to lambda 1t plus c2 e raised to lambda 2, where lambda 1 lambda 2 are the roots. ഇവിടെ നമുക്ക് രണ്ട് റൂട്ട് നമുക്ക് -2 -3 ആണ്. ഇവിടെ ഈ ലാംഡ 1നെയും ലാംഡ 2നും പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ c1 e raised to -2t plus c2 e raised to -3t നമുക്കവിടെ വരും. നമുക്കിവിടെ ഹോമോജിനിയസ് സൊല്യൂഷൻ കണ്ടുപിടിച്ചു. നമുക്ക് ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ വാല്യൂ തന്നിട്ടുണ്ട്. y ഓഫ് 0 പ്ലസ് എന്ന് പറയുന്നത് 3ഉം അതുപോലെ ഡി ബൈ ഡി ടി ഓഫ് y ഓഫ് 0 പ്ലസ് എന്ന് പറയുന്നത് 0 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഈ ഹോമോജിനിയസ് സൊല്യൂഷൻ അതായത് y h ഓഫ് 0 പ്ലസ് നമുക്കവിടെ കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൽ y h ഓഫ് t അല്ലേ, അപ്പോൾ ടിക്ക് പകരം നമ്മളവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സമയത്തുള്ള y h ഓഫ് 0 പ്ലസ് നമുക്കവിടെ y ഓഫ് 0 പ്ലസ് നമുക്കവിടെ വിളിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു c1 e raised to 0 plus c2 e raised to 0 എന്ന് വരും ടിക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ, അതായത് c1 പ്ലസ് c2. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് y ഓഫ് 0 പ്ലസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 3 ആണെന്ന്. സോ c1 പ്ലസ് c2 എന്ന് പറയുന്നത് 3 നമുക്ക് അവിടെ കിട്ടി. ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് അതായത് നമുക്ക് തന്നിട്ടുണ്ട് ഡി ബൈ ഡി ടി ഓഫ് y ഓഫ് 0 പ്ലസ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഹോമോജിനസ് സൊല്യൂഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കും. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് y h ഓഫ് ടി ഈക്വൽ ടു നമുക്ക് അവിടെ എന്ത് വരും? -2c1 e raised to -2t -3c1 e raised to -3t വരും. അതായത് ഇവിടെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. e raised to -2tയുടെ എന്താ വരുന്നത്? -2 × e raised to -2t ആണ്. ആൻഡ് e raised to -3tയുടെ -3 × e raised to -3t ആണ് വരുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ ഇങ്ങനെ കിട്ടുന്നത്. നമ്മൾ അതിൽ എന്ത് ചെയ്യണം? അവിടെ 0 ഇട്ട് കൊടുക്കാം ഈ ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം. അപ്പോൾ ഇതിൽ 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കവിടെ ഡി ബൈ ഡി ടി ഓഫ് വൈ എച്ച് ഓഫ് 0 പ്ലസ് നമുക്കവിടെ ഡി ബൈ ഡി ടി ഓഫ് വൈ ഓഫ് 0 പ്ലസ് എന്ന് വിളിക്കാം. അവിടെ എന്ത് വരും? ഇതിൽ 0 ഇട്ട് കൊടുക്കുമ്പോൾ e raised to 0 1 ആവും, ഇവിടെയും e raised to 0 1 ആവും. അപ്പം അങ്ങനെ -2c1 -3c2 ഈക്വൽ ടു 0 നമുക്ക് അവിടെ വരും. അതായത് 2c1 പ്ലസ് 3c2 ഈക്വൽ ടു 0. നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് c1 പ്ലസ് c2 ഈക്വൽ ടു 3 ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ 2c1 പ്ലസ് 3c2 ഈക്വൽ ടു 0. ഇത് നമുക്ക് ലീനിയർ ഇക്വേഷൻ കാൽക്കുലേറ്റർ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ അവിടെ c1ൻ്റെ വാല്യൂ 9 കിട്ടി, c2ൻ്റെ വാല്യൂ -6 കിട്ടി. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ നാച്ചുറൽ റെസ്പോൺസ് കിട്ടും. y h of t is equal to
9 e raised to minus 2t minus 6 e raised to minus 3t. ഇനി നമുക്കവിടെ ഫോഴ്സ്ഡ് റെസ്പോൺസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇൻപുട്ട് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി ആണ്. സോ നമ്മളവിടെ ജനറൽ ഇക്വേഷൻ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളത് എങ്ങനെയായിരുന്നു? കെ ഇ റേസ് ടു മൈനസ് ടി ആണ് അവിടെ വൈ പി ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെയാണ് നമുക്കവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് വൈ പി ഓഫ് ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് കെ ഇ റേസ് ടു മൈനസ് ടി എന്ന് വരും. അതിൻ്റെ അവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരാം? ഡി സ്ക്വയർ വൈ പി ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ മൈനസ് കെ ആണുള്ളത്. അപ്പോൾ ഇവിടെ റേസ് ടു മൈനസ് ടി അല്ലേ, അപ്പോൾ അത് കെ ഇ റേസ് ടു മൈനസ് ടി എന്ന് വരും നമുക്ക്. അപ്പോൾ നമ്മളത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഡി സ്ക്വയർ നമ്മൾ വൈ ഉള്ളിടത്ത് വൈ പി ഇട്ട് കൊടുത്ത് ക്വസ്റ്റ്യനിൽ അവിടെ വൈ പി ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 5 dy p by dt plus 6y p is equal to d by dt of x of t plus 4 x of t നമുക്കവിടെ വരും. ഇവിടെ ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്കവിടെ കെ ഇ റേസ് ടു മൈനസ് ടി എന്നിട്ട് കൊടുക്കാം. പ്ലസ് 5 ഇൻറ്റു ഫസ്റ്റ് ഡെറിവേറ്റീവിനെ മൈനസ് കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി പ്ലസ് ഇവിടെ 6 ഇൻറ്റു കെ ഇ റേസ് ടു മൈനസ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ ഡി ബൈ ടി ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇതിന് ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരാം? മൈനസ് ഇ റേസ് ടു മൈനസ് ടി ആണ് പ്ലസ് 4 എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇ റേസ് ടു മൈനസ് ടി നമുക്ക് അങ്ങനെ വരും. അപ്പോൾ ഇതിൽ എല്ലാത്തിലും ഇ റേസ് ടു മൈനസ് ടി എല്ലാ ചെസിലും മാർച്ചസിലും കോമൺ ആണ്. സോ ഇവിടെ ഇ റേസ് ടു മൈനസ് ടിന് കോമൺ എടുക്കുമ്പോൾ കെ മൈനസ് 4k പ്ലസ് 6k എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 4ൽ നിന്നിട്ട് ഇവിടെ 1 കുറച്ച് കഴിഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 ഇ റേസ് ടു മൈനസ് ടി നമുക്കിവിടെ കിട്ടി. സോ നമുക്കിവിടെ ആ ഇ റേസ് ടു മൈനസ് ടി ക്യാൻസൽ ചെയ്ത് കളയാം. അവിടെ കെ മൈനസ് 5k പ്ലസ് 6k ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരാം? അത് 2k എന്നാണ് വരാം. 2k is equal to 3 that is k is equal to 1/3 നമുക്ക് അവിടെ വരും. അവിടെ ഈ പർട്ടിക്കുലർ സൊല്യൂഷനുള്ള വൈ പി ഓഫ് ടി അത് നമ്മൾ ഇതാണ് ഇതിലേക്ക് കേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 1/3 റേസ് ടു മൈനസ് ടി നമുക്ക് അവിടെ വരും. അടുത്തത് ഫോഴ്സ് റെസ്പോൺസ് വൈ എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു നമുക്ക് ഹോമോജിനിയസ് സൊല്യൂഷനും പർട്ടിക്കുലർ സൊല്യൂഷൻ ഉണ്ടാവും. അതായത് വൈ എച്ച് ഓഫ് ടി പ്ലസ് വൈ പി ഓഫ് ടി. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി എഴുതിയതായിരുന്നു. C1 ഇ റേസ് ടു മൈനസ് 2t പ്ലസ് C2 ഇ റേസ് ടു മൈനസ് 3t ആൻഡ് വൈ പി ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? 1.5 റേസ് ടു മൈനസ് ടി. നമുക്ക് ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താ? 0 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്താണ് ആ C1 C2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പുള്ള ആ ഇക്വേഷൻ ഉണ്ടല്ലോ, ജനറൽ ഇക്വേഷൻ എഴുതിയിട്ട് അതാണ് നമ്മളവിടെ എടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വൈ എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ അത് ഇതിൽ 0 ഇട്ട് കൊടുക്കാം ഈ ഒരു ഇക്വേഷനിൽ. അപ്പോൾ അവിടെ C1 ഇവിടെ ഇ റേസ് ടു 0 1 ആവും, ഇവിടെയും ഇ റേസ് ടു 0 1 ആവും, ഇതിലും ഇ റേസ് ടു 0 1 ആവും. അങ്ങനെ C1 പ്ലസ് C2 പ്ലസ് 1.5 നമുക്ക് ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻ 0 എന്ന് വന്നു അല്ലേ. അവിടെ വൈ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടി? C1 പ്ലസ് C2 ഇസ് ഈക്വൽ ടു മൈനസ് 1.5 നമുക്കവിടെ കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. അത് ഡി ബൈ ഡി ടി ഓഫ് വൈ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് വരാം? നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് 2 C1 ഇ റേസ് ടു മൈനസ് 2t മൈനസ് 3 C2 ഇ റേസ് ടു മൈനസ് 3t മൈനസ് ഇവിടെ ചെയ്യുമ്പോൾ ഇതൊരു ഇവിടെ പ്ലസ് 1.5 ഇ റേസ് ടു മൈനസ് ടി ആയിരുന്നു. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇത് മൈനസ് ഇ റേസ് ടു മൈനസ് ടി വരും. മൈനസ് 1.5 ഇ റേസ് ടു മൈനസ് ടി എന്നോട് വരും. ഇനി അതിൽ നമ്മൾ ടി ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് 2 C1 മൈനസ് 3 C2 മൈനസ് 1.5 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് 2 C1 മൈനസ് 2 C1 മൈനസ് 3 C2 ഇസ് ഈക്വൽ ടു 1.5 ഓർ 2 C1 പ്ലസ് 3 C2 ഇസ് ഈക്വൽ ടു 1.5 നമുക്കവിടെ വരും. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ കിട്ടി, ലീനിയർ ഇക്വേഷൻ കിട്ടി. ഒന്ന് C1 പ്ലസ് C2 ഇസ് ഈക്വൽ ടു മൈനസ് 1.5 ആൻഡ് സെക്കൻഡ് വൺ 2 C1 പ്ലസ് 3 C2 എന്ന് പറയുന്നത് 1.5. അപ്പോൾ ഇത് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ C1ൻ്റെ വാല്യൂ മൈനസ് 3 കിട്ടി ആൻഡ് C2 എന്ന് പറയുന്നത് മൈനസ് 1.5 കിട്ടി. സോ ഇത് നമുക്ക് ഈ വൈ എഫ് ഓഫ് ടി ഫോഴ്സ് റെസ്പോൺസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 3 ഇ റേസ് ടു മൈനസ് 2t പ്ലസ് 1.5 ഇ റേസ് ടു മൈനസ് 3t പ്ലസ് 1.5 ഇ റേസ് ടു മൈനസ് ടി നമുക്കവിടെ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫോഴ്സ് റെസ്പോൺസ് ഇവിടെ കണ്ടുപിടിക്കുക. ഇനി ടോട്ടൽ റെസ്പോൺസ്. ടോട്ടൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ റെസ്പോൺസ് പ്ലസ് ഫോഴ്സ് റെസ്പോൺസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ടും കണ്ടുപിടിച്ചിരുന്നു. നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത് 9 ഇ റേസ് ടു മൈനസ് 2t മൈനസ് 6 ഇ റേസ് ടു മൈനസ് 3t ആൻഡ് ഫോഴ്സ് റെസ്പോൺസ് വൈ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് 3 ഇ റേസ് ടു മൈനസ് 2t പ്ലസ് 1.5 ഇ റേസ് ടു മൈനസ് 3t പ്ലസ് 1.5 ഇ റേസ് ടു മൈനസ് t. സോ ടോട്ടൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? 9 ഇ റേസ് ടു മൈനസ് 2t മൈനസ് 6 ഇ റേസ് ടു മൈനസ് 3t പ്ലസ് മൈനസ് 3 ഇ റേസ് ടു മൈനസ് 2t പ്ലസ് 1.5 ഇ റേസ് ടു മൈനസ് 3t പ്ലസ് 1.5 ഇ റേസ് ടു മൈനസ് t. അപ്പോൾ നമുക്ക് ഇത് 9 ഇ റേസ് ടു മൈനസ് 2t ഇത് മൈനസ് 3 ഇ റേസ് ടു മൈനസ് 2t. അപ്പോൾ
6 ഇ റേസ് ടു മൈനസ് 2t മൈനസ് 4.5 ഇ റേസ് ടു മൈനസ് 3t പ്ലസ് 1.5 ഇ റേസ് ടു മൈനസ് ടി നമുക്കവിടെ. ഇങ്ങനെയാണ് നമ്മളവിടെ നാച്ചുറൽ റെസ്പോൺസും അതുപോലെ ഫോഴ്സ് റെസ്പോൺസും ആൻഡ് ടോട്ടൽ റെസ്പോൺസും ഒക്കെ കണ്ടുപിടിക്കുക ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ.